ഈയിടെ നമ്മളെ OP ഒരു കുട്ടി മുഖത്തെ ചെറിയ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുള്ള ഒരു വെള്ളപ്പാട് കണ്ടിട്ട് വെള്ളപ്പാണ്ടാണോ എന്നൊരു ധാരണയിൽ അപ്പം ഈ AI പറഞ്ഞു ഇതൊരു വെള്ളപ്പാണ്ടിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ OP വരുന്നതും ഇത് കാണിക്കുന്നതും. പക്ഷെ നമ്മൾ ഇന്റർനെറ്റിനോട് അല്ലെങ്കിൽ നെറ്റിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഹൈ ക്വാളിറ്റി ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. മെഡിക്കൽ എന്തെങ്കിലും ഈ മെഡിസിന്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ എഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനോ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കും. അല്ലാതെ ഇതിലെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ അതൊരു റിയൽ ടൈം ഡേറ്റ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതിന് അപ്ഡേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കില്ല അതിൻ്റെ അത് ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഫീഡ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രോഗനിർണയം നടത്തി തരുന്നത്. അപ്പൊ അതുപോലെ ഇത് ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ക്യാൻസറസ് കണ്ടീഷൻ പോലത്തെ, ഇപ്പൊ നമുക്കറിയാം നെറ്റിൽ എന്തടിച്ചാലും അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ക്യാൻസർ മെയിനായിട്ടും കാണാം. അപ്പോൾ ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇവർ കാണിക്കുന്നു. അല്ലാതെ ഒരു യുക്തിപൂർവമായിട്ടൊരു സമീപനമല്ല ഒരു ഡിസീസ് അല്ലെ നമ്മളൊരു സിംറ്റം അല്ലെ ലക്ഷണം കൊടുക്കുമ്പോൾ ഈ മനുഷ്യനിർമ്മിതമായ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യൻ യുക്തിപരമായിട്ട് ഒരു ഡിസീസിനെ കണ്ടുപിടിക്കുന്ന പോലെ അല്ല. അതുപോലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു അപകടകരമായ കാര്യങ്ങളായിട്ട് കാണിക്കുന്നു. വളരെ അപകടകരമായ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.